എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓണക്കാലത്ത് എല്ലാവർക്കും പ്രിയപ്പെട്ട കളിയുടയ്ക്ക തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കാം. അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. കൂടെ 1 കപ്പ് തേങ്ങാ ചിരകിയതും 10-12 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരയ്ക്കേണ്ട, ഇതേപോലെ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം. ഇനി അരിപ്പൊടിയിലേക്ക് അരച്ചത് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപൊടി ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ കളിയുടയ്ക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഉഴുന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അയമോദകം, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. 1 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം. ഒരുപാടങ്ങ് വെള്ളമാകണ്ട, കൈകൊണ്ട് നല്ലതായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. ഉടനെ തന്നെ കളിയുടയ്ക്ക് റെഡിയാക്കിയെടുക്കാം. അതിനായി മാവ് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റാം. കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കാം. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ മതി, ഒരുപാടങ്ങ് വലുതാക്കണ്ട. എല്ലാം ഒരേ അളവിലായിരിക്കണം, അല്ലെങ്കിൽ മൂക്കുന്നത് പലതരത്തിലായിരിക്കും. ചിലത് പെട്ടെന്ന് മൂത്ത് കിട്ടും, അതുകൊണ്ട് ഒരേ തരത്തിലുള്ളത് ഒരുമിച്ചിടണം. എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്കായിരിക്കണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ പുറഭാഗം പെട്ടെന്ന് മൂത്ത് കിട്ടും, അകം വെന്ത് കിട്ടില്ല. ഓയിലിലേക്കിട്ട് ഉടനെ തന്നെ ഇളക്കരുത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി എടുത്താൽ മതിയാകും, അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. പതുക്കെ ഓയിലിൽ കിടന്ന് ക്രിസ്പി ആയി കിട്ടണം. ഇവിടെ ഇപ്പോൾ ആയിട്ടുണ്ട്, ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. അടുത്തതും ഇതേപോലെ ഓയിലിലേക്കിടാം. എന്നിട്ട് പുറഭാഗവും ഉള്ളും ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.